ഇപ്പോൾ ജമ്മുകശ്മീരിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ എക്സ്പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. വെടിനിർത്തൽ കരാർ ലംഘനം എന്നുള്ള തരത്തിൽ അദ്ദേഹം പുറത്തുവിട്ട ചില വിവരങ്ങളെ മുൻനിർത്തിയാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. അതിർത്തിയിൽ ഡ്രോണുകൾ എത്തി എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നു. വെടിവെപ്പ്, അതിന്റെ ശബ്ദം കേൾക്കുന്നു, സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്ന തരത്തിൽ ശ്രീനഗറിൽ നിന്ന് റിപ്പോർട്ടുകൾ വരുന്നു. അനുബന്ധമായി ഫിറോസ്പൂരിൽ ഉൾപ്പെടെ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പഞ്ചാബിലും ഡ്രോൺ കണ്ടു എന്നുള്ള തരത്തിൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതിനെ ഔദ്യോഗികമായി രാജ്യം സ്ഥിരീകരിക്കുന്നില്ല, ഒരു വെടിനിർത്തൽ കരാർ ലംഘനം എന്നുള്ള തരത്തിൽ സ്ഥിരീകരിക്കുന്നില്ല. പക്ഷെ അപ്പോഴും ജമ്മു കശ്മീരിൽ നിന്നും പഞ്ചാബിൽ നിന്നുമൊക്കെ ഇത്തരം വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പത്താൻകോട്ടിൽ ബ്ലാക്ക് ഔട്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നു. ജമ്മുവിൽ തെരുവിളക്കുകളെല്ലാം അണച്ചിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നു. ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തന്നെ ചില ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്, ചിത്രം അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അതിനെ മുൻനിർത്തിയാണ് ഇപ്പോൾ ഈ മിനിറ്റിലെ ചർച്ചകൾ നടക്കുന്നത്. ശ്രീനഗറിലെ ഖന്യാർ പ്രദേശത്ത് ഒരു ഡ്രോൺ വെടിവെച്ചു വീഴ്ത്തി എന്നുള്ള തരത്തിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ വിവരമൊക്കെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ശ്രീനഗറിൽ വ്യോമ പ്രതിരോധ സംവിധാനം സജ്ജമായി എന്നാണ് ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇത്തരം വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. ഏതായാലും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരം വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ ഇപ്പോൾ ചേരുന്നുണ്ട് ജമ്മു കശ്മീരിൽ നിന്ന്. ശ്രീനാഥ്, അവിടെ ഈ ചിലയിടങ്ങളിലൊക്കെ ഡ്രോണുകൾ എത്തിയെന്നുള്ള വാർത്ത, അതിർത്തിയിൽ ഷെല്ലാക്രമണം എന്നുള്ള റിപ്പോർട്ടുകൾ, അവിടെ നിൽക്കുമ്പോൾ അവിടെ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ പറ്റുന്നുണ്ട് ശ്രീനാഥ്? ഉന്മേഷ്, ഞാനിപ്പോൾ ഉള്ളത് ജമ്മുവിലാണ്. ജമ്മു വിമാനത്താവളത്തിന് തൊട്ടടുത്താണ്. ഇവിടെ തന്നെയാണ് എയർ ബേസും ഉള്ളത്, വ്യോമസേനയുടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാന്റെ ഡ്രോണുകൾ പലതും ലക്ഷ്യമിട്ടിരുന്നതിൽ പ്രധാനപ്പെട്ട ഒരിടം അത് ഈ ജമ്മുവിലെ ഈ വിമാനത്താവളം, ഒപ്പം തന്നെ എയർ സ്റ്റേഷനും ഒക്കെ തന്നെയാണ്. പക്ഷേ ഒരു ഡ്രോണിനും ഒരു അപകടവും നമ്മുടെ ഈ എയർ സ്റ്റേഷനിലായാലും നമ്മുടെ വിമാനത്താവളത്തിലായാലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിനൊക്കെ തന്നെ നമുക്ക് നിർവീര്യമാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും അതിർത്തിയിൽ ഇപ്പോൾ ഒരു വെടിവെപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഏതായാലും ഇവിടെയും ഇപ്പോൾ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ജമ്മുവിലാകെ തന്നെ ബ്ലാക്ക് ഔട്ടാണ്. ഇവിടെ തെരുവ് വിളക്കുകൾ അടക്കം അണഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ മറ്റു വെളിച്ച സംവിധാനങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ക്യാമറയുടെ ലൈറ്റ് പോലും ഇപ്പോൾ ഈ സമയത്ത് പ്രവർത്തിപ്പിക്കാതെ ഇരിക്കുന്നത്. ഏതായാലും ജാഗ്രതയിലാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഡ്രോണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയൽ എന്തെങ്കിലും ഒരു ആയുധമോ ഒന്നും തന്നെ നമ്മുടെ നേർക്ക് ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും കരുതലോടെ ഇരിക്കുന്നു. ഇപ്പോൾ ആർഎസ്പൂർ അടക്കമുള്ള മേഖലകളിൽ, നൌഷേര അടക്കമുള്ള മേഖലകളിൽ, ഉദ്ധംപൂരിലൊക്കെ തന്നെ കനത്ത വെടിവെപ്പ് നടക്കുന്നുണ്ട്. അതിർത്തി മേഖലകളിലാണ് പ്രത്യേകിച്ച് നടക്കുന്നത്. BSFന് ഈ കാര്യങ്ങളിൽ ഒരു ഫ്രീ ഹാൻഡ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് എന്നതാണ്. ശക്തമായ നടപടിയെടുക്കാനുള്ള ഒരു ഫ്രീ ഹാൻഡ് ഇപ്പോൾ BSFന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അടിക്ക് ശക്തമായ തിരിച്ചടി നൽകും എന്നത് നേരത്തെ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാർ എടുത്ത ഒരു തീരുമാനമാണ്, നയമാണ്. ഒരിക്കലും നമ്മളൊരു ആക്രമണം നടത്തുകയല്ല, നമ്മളൊരു പ്രതിരോധവും അവർ ചെയ്തു കൂട്ടിയതിന് അതേ കണക്കിനുള്ള ഒരു മറുപടിയും എന്നതാണ് നമ്മുടെ ഒരു നയം. അതുപോലെ തന്നെ ഇന്നും ഇപ്പോൾ ഈ സമയവും അതിർത്തി മേഖലകളിൽ, പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിന്റെ അതിർത്തി മേഖലകളിൽ കാര്യമായ വെടിവെപ്പ് ഇന്നലെ വൈകിട്ട് 7:30 തുടങ്ങുന്നത്. പിന്നീട് 8 മണിയോടെയായപ്പോൾ അത് കുറച്ചുകൂടി ഗൗരവ സ്വഭാവമുള്ളതാണ് എന്ന തോന്നൽ നമുക്ക് ഉണ്ടാവുകയാണ്. ഇപ്പോൾ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അടക്കമുള്ള ആളുകൾ ഈ കാര്യങ്ങളിൽ അവരുടെ ഒരു പ്രതികരണം നൽകുന്നുമുണ്ട്. അതുകൊണ്ട് ജാഗ്രതയിലാണ് ജമ്മു കാശ്മീർ. ഈ ദിവസം യഥാർത്ഥത്തിൽ വൈകിട്ട് വളരെ ചിരിക്കുന്ന കുറേ മുഖങ്ങൾ ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാണാൻ കഴിഞ്ഞതാണ്. നമ്മളോട് പ്രതികരിച്ച ആളുകളൊക്കെ ആ ഒരു സമാധാനമൊക്കെ പറഞ്ഞതാണ്. അപ്പോഴാണ് വീണ്ടും ഒരിക്കൽ കൂടി ഈ തരത്തിൽ അതിർത്തി മേഖലകളിൽ വെടിവെപ്പ് നടക്കുന്നത്. ഒമർ അബ്ദുള്ള പറഞ്ഞ അതേ വാക്കുകൾ ചില ആളുകൾ, ഈ ജമ്മുവിലെ ചില ആളുകൾ നമ്മളെ എടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ അവരും പറയുന്നത് അത് തന്നെയാണ്. എന്താണ് അതിർത്തിയിൽ നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ഒഫീഷ്യലായുള്ള വിവരങ്ങൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു. ഓൾ ഇന്ത്യ റേഡിയോയിൽ ഇപ്പോൾ സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ മാധ്യമം കൂടിയ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഇപ്പോൾ ഈ വെടിവെപ്പ് അതിർത്തിയിൽ നടക്കുന്നുണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ച് പറയുന്നുമുണ്ട്. അതുകൊണ്ട് വിവിധ ഇടങ്ങളിൽ വെടിവെപ്പ് നടക്കുന്നു. ജമ്മു കാശ്മീരിലാണ് പ്രത്യേകിച്ച് അതിർത്തി മേഖലയിൽ കനത്ത വെടിവെപ്പ്. LOCയിലാണ്, ലൈൻ ഓഫ് കൺട്രോളിലാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും നമ്മുടെ രാജ്യത്തിനകത്തേക്ക് കയറിയുള്ള വലിയ ആക്രമണം ഒന്നും തന്നെ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് കണക്കെ ഡ്രോണുകളും മറ്റും കൂട്ടത്തോടെ പറത്തി
വിട്ടുള്ള തരത്തിലുള്ള സംഘർഷ സാധ്യത, ആക്രമണം ഒന്നും തന്നെ നമുക്ക് ഇപ്പോൾ ജമ്മുവിൽ അനുഭവിക്കാൻ കഴിയുന്നില്ല. പക്ഷേ പെട്ടെന്നാണ് ഈ 8 മണിവരെയൊക്കെ ഇന്നിപ്പോൾ സ്ട്രീറ്റ് ലൈറ്റുകളും മറ്റുമൊക്കെ തെരുവുവിളക്കുകളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമൊന്നും അതായിരുന്നില്ല സ്ഥിതി. 7 മണിയാകുമ്പോഴേക്ക് തന്നെ എല്ലാ വെളിച്ചമൊക്കെ അണയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ എല്ലാം സാധാരണ നിലയിലേക്ക് വരുന്നതിനിടെയാണ് പെട്ടെന്ന് സാഹചര്യം മാറുന്നത്. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ തന്നെ, തെരുവുകളൊക്കെ അണഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് എന്ന രീതിയിലേക്ക് ജമ്മു കാശ്മീർ ഇപ്പോൾ മാറുകയാണ്. ജമ്മു മേഖലയിൽ ഏതായാലും അത് പൂർണ്ണമായി തന്നെ നടപ്പാവുന്നുമുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് വ്യോമസേനയുടെ വിമാനത്താവളമുള്ള ജമ്മു വിമാനത്താവളത്തിന് തൊട്ട് അരികിലുള്ള പ്രദേശത്താണ്. ജമ്മു വിമാനത്താവളത്തിന് സമീപത്ത് നിന്നാണ് ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകിയത്. അവിടെ ലൈറ്റുകളൊക്കെ അണച്ചിരിക്കുന്നു എന്നാണ് ശ്രീനാഥ് അറിയിക്കുന്നത്. അമൃത്സറിൽ വൈദ്യുതി വിച്ഛേദിച്ചു എന്നുള്ള വാർത്ത വിനീത വിജി അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ വീണ്ടും ബ്ലാക്ക് ഔട്ട് എന്ന് നാട്ടുകാർ പറയുന്നു. പോലീസ് എത്തി ലൈറ്റ് ഓഫ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. ഇത്തരം വിവരങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കൂടി നമ്മളെത്തും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.